കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വാർഡുകളിലെ ശുചിമുറികളിൽ വെള്ളമില്ല. രോഗികളും കൂട്ടിരിപ്പുകാരും ദുരിതത്തിൽ കഴിയുകയാണ്. വെള്ളം മുടങ്ങിയിട്ട് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ പ്രതിസന്ധി തുടരുന്നത്. ചേച്ചി എന്താ ഉള്ളിൽ വെള്ളമില്ല? ഒന്നുമില്ലല്ലേ? ഒരു വാർഡിലും ഇല്ല അല്ലേ? ഇത് രണ്ടാഴ്ച മുന്നേ. അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, അതീവ ഗൗരവതരമായ ഒരു സാഹചര്യമാണല്ലോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെ അതിപ്രധാനമായ ആശുപത്രിയിൽ. എന്താണ് സംഭവിച്ചത്? എത്രത്തോളം രോഗികൾ, ഏതൊക്കെ ബ്ലോക്കുകളിൽ ഈ പ്രതിസന്ധി ഉണ്ട്? ഇതിപ്പോ തുടർച്ചയായ രണ്ടാം ദിവസമാണ് രതീഷ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളം ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. ഈ വാർഡിലെ ശുചിമുറിയിലാണ് വെള്ളം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിൽ പല ദിവസങ്ങളിലും വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനാൽ വെള്ളം ലഭ്യമല്ല എന്നുള്ളതാണ് ഔദ്യോഗികമായ അധികൃതരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. ഈ വാട്ടർ അതോറിറ്റിയുടെ ഭാഗമായുള്ള വാട്ടർ ടാങ്കുകൾ ഇന്ന് ക്ലീനിങ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെ മുതൽക്ക് വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ ഇന്നലെയും ഇത്തരത്തിൽ വെള്ളം ഉണ്ടായിരുന്നില്ല വാർഡുകളിൽ ഒന്നും തന്നെ. ഏതായാലും ഒരുപാട് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ എത്തുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് ആളുകളും രോഗികളും ഒക്കെ ഉള്ള ഒരു ഇടമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. ഏതായാലും അവർക്കൊക്കെ വേണ്ട വാർഡുകളിലെ ഈ പറഞ്ഞ പോലെ ശുചിമുറിയിൽ കൃത്യമായി വെള്ളം എത്തുന്നില്ല എന്നുള്ളത് ഗൗരവമായ കാര്യം തന്നെയാണ്. ഇന്നലെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇന്നലെ പൈപ്പ് മോട്ടോർ കേടായതിനാൽ വെള്ളം എത്തിയില്ല എന്നുള്ളതാണ്. ഇന്ന് പറയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിനാൽ വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ടോടെ ശരിയാക്കും, പൈപ്പ് ക്ലീൻ ചെയ്ത് ടാങ്ക് ക്ലീൻ ചെയ്ത് വെള്ളം എത്തിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നതുമാണ്. പക്ഷെ 6 മണി പിന്നിട്ടിട്ടും ഇപ്പോൾ ഏതാണ്ട് സമയം 9:30 ആവാറായി. ഈ സമയത്തും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതിന് പകരം സംവിധാനം ഒരുക്കാനും ഈ ഒരു ആശുപത്രി അധികൃതർ തയ്യാറായിരുന്നില്ല. രോഗികളും മറ്റ് കൂട്ടിരിപ്പുകാരും ഒക്കെ ഇടപെട്ട പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ മാത്രമാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ അധികൃതർ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം എന്ന വണ്ണം ടാങ്കർ ലോറികളിൽ വെള്ളം എത്തിച്ച് നൽകാനുള്ള ഒരു സംവിധാനം ഒരുക്കിയത് പോലും. ഏതായാലും രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് ഇത്തരത്തിൽ മരുന്ന് വാങ്ങാൻ ഉൾപ്പെടെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ട്. അതിനിടയിൽ ഇത്തരത്തിൽ ടാങ്കർ ലോറികളിൽ എത്തുന്ന വെള്ളം പിടിച്ച് അത് മുകൾ നിലകളിലേക്കൊക്കെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ അവിടെ രോഗികൾ കടന്നു പോകുന്നു. വാർഡുകളിലെ ശുചിമുറികളിൽ വെള്ളമില്ല. ഇന്നലെ